കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 15% ഉള്ളൂ. ഇത്തവണ അതിൽ നിന്ന് കുറഞ്ഞു. അപ്പോൾ ഈ 15%-ത്തിനപ്പുറത്ത് എന്തൊക്കെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതൊന്നും BJPക്ക് കേരളത്തിൽ മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ദേശീയ തലത്തിൽ ഇനിയിപ്പോൾ 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം. ഇതിലാകെ ഒരു സ്ഥലത്ത് മാത്രമാണ് BJP അധികാരത്തിലുള്ളത്, അത് അസമിലാണ്. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷത്താണ് BJP. പക്ഷേ അവിടെ അധികാരം പിടിക്കുക ഇപ്പോഴും BJPയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. പശ്ചിമ ബംഗാളിൽ തമിഴ്നാടും കേരളവും ഇനി BJPക്ക് നോക്കേണ്ടതില്ല എന്ന വ്യക്തമായ സൂചന കേരളം നൽകുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് BJPയുടെ ഒരു പ്രതീക്ഷ കൂട്ടിയത്. കാരണം 19%-ലധികം വോട്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്നു. ഒരു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വരുന്നു. പക്ഷേ അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ട് ശതമാനം വ്യക്തമാക്കുന്നത്. സാധാരണ നമ്മളൊക്കെ തന്നെ പറയാറുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ അല്ല നിയമസഭയിൽ, അതല്ല ലോക്സഭയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ട്രെൻഡാണ്. BJPക്ക് എന്താണ് BJP എന്നത് സംബന്ധിച്ചുള്ള ഒരു പൊതു ട്രെൻഡാണ്. നമുക്ക് പഞ്ചായത്ത് വിടാം, ബ്ലോക്ക് വിടാം, മുനിസിപ്പാലിറ്റികൾ വിടാം. പക്ഷേ ജില്ലാ പഞ്ചായത്തുകൾ നോക്കുമ്പോൾ BJPക്ക് നഷ്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അനുകൂലമായ ഇപ്പോൾ ശബരിമലയാണല്ലോ BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു സംഭവം. BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമല. ആ ശബരിമല BJPക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു ഫലം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ട്രെൻഡ് വെച്ച് നമ്മൾ നോക്കിയാൽ BJPക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.